വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി. അപ്പോൾ ടീച്ചേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എന്തായി പഠനമൊക്കെ? നമ്മുടെ കേട്ടിട്ട് നമ്മുടെ കയ്യിൽ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഒരേ ഒരു ദിവസം, അവസാനത്തെ ഒരൊറ്റ ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ലാസ്റ്റ് ഡേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ലാസ്റ്റായിട്ട് നമുക്കൊരു ഫ്രൈഡേ, നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് നമുക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനും എല്ലാം ഒന്ന് ഓടിച്ചു നോക്കാനുള്ള സമയം എന്ന് പറയുന്നത്. നാളെയോടെ കഴിയുകയാണ്. നമ്മുടെ ശനിയും ഞായറും നമ്മുടെ കേട്ടിട്ട് പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കാതെ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ ഓർമ്മ വരും. ഓർമ്മ ഉണ്ടാവോ, ഞാനിതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവോ, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ടെൻഷനും ആരും മനസ്സിൽ വെക്കണ്ട. വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഓരോ ഓപ്ഷനിലുള്ള ആ കണ്ടന്റും കൂടി പെട്ടെന്ന് ഓടിച്ചു പോവുക. നമുക്കിപ്പോൾ എല്ലാ കണ്ടന്റും കൂടി റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. 3 മണിക്കൂർ സമയം തന്നെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല രീതിയിൽ അതേ സമയത്തും നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് ഹാളിൽ നിങ്ങൾ എഴുതുന്നത് അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എഴുതി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ കണ്ടന്റ് എന്താണെന്നും അവിടെ എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ദൂരീകരിച്ച് വളരെ കൃത്യമായി പഠിച്ചു പോവുക. എല്ലാവർക്കും ഈ കൊല്ലം ഈ കേട്ടറ്റ് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായത് കേട്ടറ്റിൻ്റെ കാറ്റഗറി 2 ബയോളജി എന്ന് ജൂണിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളായിരുന്നു. അതിൽ 2-3 ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് മാർക്ക് ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്യത്യാസം എന്താ നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. കുറേ പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് ചെയ്തതിൽ മാത്രം ചെറിയൊരു തെറ്റ് വന്നു പോയതാണ്. എക്സ്പ്ലനേഷൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ മാർക്ക് ചെയ്തതിന് ശരിയായ ഉത്തരം എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആ 3 ചോദ്യം നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒക്ടോബർ മാസം 2023 ഒക്ടോബറിൽ നടന്നിട്ടുള്ള കേട്ടിട്ട് പരീക്ഷയ്ക്ക് കാറ്റഗറി 2 ബയോളജിയിൽ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ജൂൺ 2025 ഉണ്ടായ ആ 3 ചോദ്യത്തിലുള്ള ആ ഓപ്ഷൻസിലുള്ള ആ ഒരു കൺഫ്യൂഷൻസ് നമുക്ക് ആദ്യം തീർക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? എന്താണ് ദ ടിഷ്യൂ ദാറ്റ് സറൗണ്ട്സ് ആൻഡ് നറിഷസ് ദ എംബ്രിയോ ഇൻ ദ സീഡ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്? നമ്മുടെ പൂവിടുന്ന ചെടികളിൽ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം പ്രദാനം ചെയ്യുന്ന കലകൾ ഏതാന്നുള്ള ചോദ്യമായിരുന്നു വന്നിട്ടുണ്ടായത്. നമ്മൾ അതിൽ തെറ്റായി നമുക്ക് ഓപ്ഷൻ നമ്മൾ മാർക്ക് ചെയ്തത് കോട്ടിലിഡൻ ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ എൻഡോസ്പേം എന്നുള്ളതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻഡോസ്പേമിന്റെ ഭാഗം. പിന്നെ എപ്പികോട്ടൈലുണ്ട്, റാഡിക്കൽ, ഇതാണ് കോട്ടിലിഡൻ, പിന്നെ പുറമേയുള്ള സീഡ് കോട്ട്. അപ്പോൾ ഒരു സീഡിൽ നിന്ന് തുടങ്ങുന്ന ആദ്യത്തെ ഇലകളായിരുന്നു കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞത്. അതിന് മുകളിലായിട്ട് നമുക്ക് എന്തുണ്ട്? എപ്പികോട്ടിലുകളുണ്ട്. അതുപോലെ ആ സീഡിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കൊടുക്കുന്നത് അതിൽ കാണപ്പെടുന്ന എൻഡോസ്പേമുകളാണ്. അപ്പോൾ ഏറ്റവും പുറമെ പെരികാർപ്പാണ്, ഉള്ളിലുള്ള ഭാഗമാണ് നമ്മുടെ എൻഡോസ്പേം, ഉള്ളിലുള്ള ഈ ഒരു ചെറിയ ഭാഗമാണ് എംബ്രിയോ. അപ്പോൾ ഇതിന് ആവശ്യമായ എല്ലാം കൊടുക്കുന്നത് ആരാണ്? എൻഡോസ്പേം ആണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എൻഡോസ്പേം ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം ഇതായിരുന്നു തന്നത്. മസിൽസ്, പേശി ടിഷ്യൂ, അതായത് പേശികളെ പറ്റിയിട്ട്, കലകളെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ദ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട് ഈച്ച് മസിൽ ഫൈബർ. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കൺഫ്യൂഷൻ വന്നിട്ടുള്ളൊരു ഭാഗം. അതിൻ്റെ ഓപ്ഷൻസും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി നോക്കാം. ഒരു മസിൽ സെൽ, ഒരുപാട് മസിൽ സെൽസ് ചേർന്നിട്ടാണ് മസിൽ ഫൈബറുകൾ. അത് നമുക്ക് മസിൽ ഫൈബർ അഥവാ മസിൽ ഫാസിക്കൽസ് എന്ന് പറയും. അത് ചേർന്നിട്ടാണ് ഒരു മസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ മസിൽ സെല്ലിൻ്റെയും ഉള്ളിലുള്ള ആ ആവരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോമൈസിയം എന്ന് പറയുന്നത്. മസിൽ ഫാസിക്കൽ അല്ലെങ്കിൽ മസിൽ ഫൈബറിനുള്ളിലുള്ള ആവരണത്തെ വിളിക്കുന്ന പേരാണ് പെരിമൈസിയം എന്ന് പറയുന്നത്. മുഴുവനായിട്ട് ആ മസിൽ സെല്ലിനെ കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ് എപ്പിമൈസിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട് മസിൽ ഫൈബർ, ഒരു സിംഗിൾ മസിൽ ഫൈബർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ മസിൽ ഫൈബർ എന്ന് പറഞ്ഞാൽ മസിൽ സെല്ല് തന്നെയാണ്. ഫാസിക്കൽ എന്ന് പറഞ്ഞാൽ മസിൽ ബണ്ടിലാണ്. അതാണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ മസിൽ ഫൈബറും മസിൽ സെല്ലും ഒരേപോലെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ കാണപ്പെടുന്ന സറൗണ്ടിങ് ടിഷ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് എന്തായിരുന്നു? എൻഡോമൈസിയം ആണ് അതിൻ്റെ ശരിയുത്തരായിട്ട് വരുന്നത്. എൻഡോമൈസിയം. പെരിമൈസിയം എന്ന് പറയുമ്പം അതിൻ്റെ മസിൽ ബണ്ടിലിനുള്ളിൽ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് മസിൽ ബണ്ടിൽ. മസിൽ ബണ്ടിൽ, ഇത് മസിൽ സെല്ലാണ്. അതുപോലെ ഇത് ഹോൾ മസിലാണ്.
പിന്നെ സാക്രോമിയർ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ഫിലമെന്റ്സ് ആണ്. മസിൽ ഫിലമെന്റ്സ്, ആക്റ്റിനും മയോസിനും പോലുള്ള മസിൽ ഫിലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് സാക്രോമിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്രയും ഭാഗം കൺഫ്യൂഷൻ ആവരുത്. മസിൽ സെൽ, ഒരു സിംഗിൾ മസിൽ സെല്ലിന്റെ ഉള്ളിൽ, ഒരു സിംഗിൾ പേശി കലയുടെ ഉള്ളിൽ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂ, യോജക കലയാണ് എന്ത്? എൻഡോമൈസിയം. ഒരു മൊത്തമായിട്ട് ഒരുപാട് മസിൽ സെൽസ് അഥവാ മസിൽ ഫൈബറുകൾ ചേർന്നുണ്ടാവുന്ന മസിൽ ബണ്ടിലിനുള്ളിൽ ഉണ്ടാവുന്നതാണ് എന്ത്? പെരിമൈസിയം. പിന്നെ മൊത്തമായി ഈ മസിലിനെ കവർ ചെയ്യുന്നതാണ് എന്ത്? എപ്പിമൈസിയം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാറിപ്പോവാതെ വളരെ കൃത്യമായി നോട്ട് ചെയ്ത് പോവുക, കൺഫ്യൂഷൻസ് ഉണ്ടാവരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ തലച്ചോറിന്റെ ഭാഗത്ത് നിന്നൊരു ചോദ്യമായിരുന്നു. ഏത് ഭാഗമാണ് നമ്മുടെ വിശപ്പും ദാഹവും നമ്മുടെ ടെമ്പറേച്ചർ എല്ലാം നോക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായത്? നമുക്ക് സെറിബ്രം, ഹൈപ്പോതലാമസ്, മെഡുല്ലോ ഒബ്ലാങ്കട്ട, തലാമസ് എന്ന 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുണ്ടായത്. നമ്മൾ കൊടുത്ത ഓപ്ഷൻ സെറിബ്രം ആയിരുന്നു. സെറിബ്രം തെറ്റായ ഉത്തരവാണ്. ഹൈപ്പോതലാമസ് ആണ് ശരി ഉത്തരം. ഇവിടെ നമുക്ക് വരുന്ന കൺഫ്യൂഷൻ ഓരോന്നിന്റെ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ. ഏറ്റവും പുറമേ കാണുന്ന ഭാഗം സെറിബ്രം ആണ്. അതിനുശേഷം ഈ ഒരു ഭാഗമാണ് നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മെഡുല്ലോ ഒബ്ലാങ്കട്ടയുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ എന്ത് കാണപ്പെടുന്നത്? ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും ഫംഗ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എപ്പോഴും മാറിപ്പോവും. അപ്പൊ സെറിബ്രം എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ ഓർമ്മ, നമ്മുടെ എല്ലാ വോളണ്ടറി ആക്ഷൻസ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാതരം ആക്ഷൻസും വരുന്ന ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് സെറിബെല്ലം, നമ്മുടെ ബാലൻസ്, നമ്മുടെ മോട്ടോർ സ്കിൽസ്, നമ്മൾ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ബാലൻസിനെ എല്ലാം മാനേജ് ചെയ്യുന്ന ആളാണ് ആര്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ വിശപ്പ്, ദാഹം, ഹോമിയോസ്റ്റാറ്റിസിസ്, നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഇന്റേണൽ ഇക്വിലിബ്രിയം എല്ലാം ഒരു ബാലൻസിൽ പോകുന്നതാണ് ഹോമിയോസ്റ്റാറ്റിസിസ്. അതിന്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. പിന്നീടാണ് മെഡുല്ലോ ഒബ്ലാങ്കട്ട, നമ്മുടെ ഇൻവോളണ്ടറി, നമ്മുടെ ബോഡി നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശ്വസനം, ബ്രീത്തിങ്ങും ഹാർട്ട് റേറ്റും. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രാവശ്യം ബ്രെയിനിൽ നിന്ന് എല്ലാ കൊല്ലവും ഒരു ചോദ്യമുണ്ട്. ഈ പ്രാവശ്യം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മെഡുല്ലോ ഒബ്ലാങ്കട്ടയുടെ ഫംഗ്ഷൻ താഴെ പറയുന്നവ ഏതാണ്? സെറിബ്രം ചോദിച്ചിട്ടുണ്ട്, സെറിബെല്ലം ചോദിച്ചിട്ടുണ്ട്, ഹൈപ്പോതലാമസ് ചോദ്യം വന്നു. ഇനി ഈ കൊല്ലം ചിലപ്പം വരാൻ, പ്രഡിക്ഷൻ പോലുള്ള ഒരു ചോദ്യമാണ്, ചിലപ്പം വരാൻ ചാൻസ് ഉള്ളതാണ്. മെഡുല്ലോ ഒബ്ലാങ്കട്ടയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തായിരുന്നു? ബ്രീത്തിങ്, നമ്മുടെ ശ്വസനം അതുപോലെ ഹാർട്ട് റേറ്റിന്റെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ മെഡുല്ലോ ഒബ്ലാങ്കട്ട എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു ഭാഗം വളരെ കൃത്യമായി പഠിച്ചു പോവുക. ഉറപ്പായിട്ടും ആ ഒരു ചോദ്യം വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ 2023 കാറ്റഗറി 2 നമ്മുടെ ഒക്ടോബർ മാസം 2023 ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ബയോളജിയിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ഓപ്ഷനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ വീഡിയോയിൽ തന്നു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാക്സിമം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം നോക്കി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അതിന് പുറമെയുള്ള എക്സ്പ്ലനേഷൻ എന്താന്ന് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അവിടെ വരുന്ന കണ്ടന്റും നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് റിവിഷൻ പോലെ വരില്ല. അപ്പൊ ഈ എല്ലാ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിന്റെ എല്ലാ ഓപ്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷന്റെ കണ്ടന്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അത് കേൾക്കുന്നതോടെ ആ ഒരു കണ്ടന്റ് നിങ്ങളുടെ തലയിൽ കയറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുൾ വീഡിയോ ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യൂണിസെല്ലുലാർ ആൽഗെ ലൈക്ക് യൂഗ്ലിനോയിഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടാക്സോണമി എന്ന ഭാഗത്തുനിന്നും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന ഭാഗത്തുനിന്ന് വന്ന ചോദ്യമാണ്. യൂഗ്ലിനോയിഡുകൾ പോലെയുള്ള ആൽഗകൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പൊ നമുക്ക് ഇവിടെ പ്രധാനമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ എന്താണ് ഈ 5 കിങ്ഡം എന്ന് അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഏതാണ് ആ 5 കിങ്ഡം എന്ന് പറയുന്നത്? മൊണേറയുണ്ട്, പിന്നീടോ പ്രോട്ടിസ്റ്റയുണ്ട്, ഫംഗസ്, പ്ലാന്റ്സ്, ആനിമാലിയ. ആനിമൽസ്. പ്ലാന്റ് എന്ന് എഴുതാം നമുക്ക്. പ്ലാന്റ്,
അനിമാലിയ. ഇങ്ങനെയാണ് നമ്മുടെ 5 കിങ്ഡം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട അടുത്തൊരു കാര്യം എന്താണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? ആരായിരുന്നു? R.H. വിറ്റേക്കർ ആണ് എന്ത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. R.H. വിറ്റേക്കർ. അപ്പം ഈ 2 കാര്യങ്ങളും നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് റിവിഷൻ കിട്ടി. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, മോസ്റ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ നമുക്കുള്ള 5 കിങ്ഡം ഏതൊക്കെയാണ്? മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗസ്, പ്ലാന്റ് ആൻഡ് അനിമാലിയ. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നേ, നമുക്ക് എന്താണ് അറിയേണ്ടത്? യൂണിസെല്ലുലാർ ആൽഗെ ആയിട്ടുള്ള യൂഗ്ലിനോയിഡുകൾ ഏത് കിങ്ഡത്തിലാണ് പെടുന്നത്? ഏത് കിങ്ഡത്തിലാണ് യൂഗ്ലിനോയിഡുകൾ പെടുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കിങ്ഡത്തിനും അതിൻ്റെതായ സവിശേഷതകളും അതിൻ്റെതായ മെമ്പേഴ്സും ഉണ്ട്. ആദ്യം അവരെ പറ്റി നമുക്കൊരു അറിവ് വേണം. നമുക്ക് ആദ്യം അത് നോക്കിയാലോ. ഫസ്റ്റത്തെ കിങ്ഡം ആയിരുന്നു എന്ത്? കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും പ്രോകാരിയോട്ട് ജീവികളാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇതിൽ വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവില്ല. പ്രോകാരിയോട്ട് പറഞ്ഞാൽ തന്നെ എന്താണ്? അവർക്ക് വ്യക്തമായിട്ടൊരു ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളാണ് കൂടുതലായിട്ട് മൊണേറയിൽ കാണപ്പെടുന്നത്. ആരൊക്കെയാണ് അവരുടെ അംഗങ്ങൾ? ബാക്ടീരിയ ഉണ്ട്, സയാനോ ബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ട്, മൈക്കോപ്ലാസ്മ. ഇത് 3ഉമാണ് മൊണേറയിൽ കാണപ്പെടുന്ന ആൾക്കാർ. അപ്പൊ മൊണേറ എന്ന് പറയുമ്പോൾ തന്നെ മൊണേറ, ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, മൊണേറ എന്ന് ആലോചിച്ച് വെക്കാം. മൊണേറ എന്ന് വരുമ്പോൾ ബാക്ടീരിയ ഉണ്ട്, സയാനോ ബാക്ടീരിയ ഉണ്ട്, മൈക്കോപ്ലാസ്മ. മൊണേറ അവസാനിക്കുന്ന അവിടെയാണ്, ഇത് മൈക്കോപ്ലാസ്മ അവസാനിക്കുന്നത് എയിലാണ്. ഇങ്ങനെ എയിൽ അവസാനിക്കുന്ന 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. മൊണേറയും എയിലാണ് അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തതായിരുന്നു എന്ത്? കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റന്റെ പ്രത്യേകത എന്താ? ഇവിടെ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഏകകോശ ജീവികളാണ്. അതേസമയം മൊണേറോയിൽ നോക്കിക്കേ, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ജീവികളാണ്. ഇതിൽ ചിലപ്പം എന്തുണ്ടാവും? ഏകകോശ ജീവികളും ഉണ്ടാവും, ബഹുകോശ ജീവികളും ഉണ്ടാവും. അതേസമയം പ്രോട്ടിസ്റ്റയിലാണെങ്കിലോ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഏകകോശ ജീവികൾ, അതായത് ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷെ അവർ യൂണിസെല്ലുലാർ ആണ്. അവർക്ക് ഒരൊറ്റ സെല്ലേ ഉള്ളൂ, അവർ മൾട്ടി സെല്ലുലാർ ഉണ്ടാവില്ല. ഇതിൽ കാണുന്ന ഏതൊക്കെയാണ് മെമ്പേഴ്സ്? ഒന്നാമത്തതാണ് ഡയാറ്റം, രണ്ടാമത്തത് ഡയാനോഫ്ലജലേറ്റ്, മൂന്നാമത്തത് യൂഗ്ലിനോയിഡ്സ്, നാലാമത്തത് സ്ലൈം മോഡ്, അഞ്ചാമത്തത് പ്രോട്ടോസോവ. ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പ്രോട്ടിസ്റ്റയിൽ കാണുന്നത്. നമ്മൾ മൊണേറയിൽ പറഞ്ഞത് ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, അതുപോലെ മൈക്കോപ്ലാസ്മ ആണെങ്കിൽ പ്രോട്ടിസ്റ്റയിൽ വരുമ്പോൾ നമുക്കത് 5 മാറും. ഡയാറ്റംസ്, ഡയാനോഫ്ലജലേറ്റ്, യൂഗ്ലിനോയിഡ്സ് വരുന്നുണ്ട്, സ്ലൈം മോൾഡുകൾ വരുന്നുണ്ട്, പ്രോട്ടോസോവകൾ വരുന്നുണ്ട്. പ്രോട്ടോസോവ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോട്ടിസ്റ്റയിൽ പെടുന്ന ആൾക്കാരാണ്. യൂഗ്ലിനോയിഡ് പ്രോട്ടിസ്റ്റയിലാണ്, ഡയാനോഫ്ലജലേറ്റ് പ്രോട്ടിസ്റ്റയിലാണ്, സ്ലൈം മോൾഡ്, ഡയാറ്റംസ് ഇവയെല്ലാം ആരിലാണ് കാണപ്പെടുന്നത്? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് കാണപ്പെടുന്നത്. ഇവിടെ പ്രത്യേകത എന്താ? ജനത്തിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. കോശങ്ങൾക്ക് വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അടുത്തതാണ് ആര്? ഫംഗസ് അഥവാ പ്രോട്ടോസോവ എന്ന് പറയുന്ന സാധനം. നമ്മൾ നേരത്തെ നമുക്കൊരു ഓപ്ഷനിൽ പ്രോട്ടോസോവ ഉണ്ട്. പ്രോട്ടോസോവയെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഫംഗസ് നമുക്ക് പ്രത്യേകമായി തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ഉണ്ടായത് നോക്കിക്കേ. നമുക്കിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു. നോക്കിക്കേ, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? യൂഗ്ലിനോയിഡുകൾ എവിടെയാണ് ഉൾപ്പെടുന്നത്? അപ്പൊ യൂഗ്ലിനോയിഡ് ഉൾപ്പെടുന്നത് എവിടെയാണ് നമുക്ക് മനസ്സിലായി? പ്രോട്ടിസ്റ്റയിലാണെന്ന് മനസ്സിലായി. പ്രോട്ടിസ്റ്റയിലുള്ള ബാക്കി ആൾക്കാരായിരുന്നു ആര്? ഡയാറ്റമുകളുണ്ട്, സ്ലൈം മോൾഡുകളുണ്ട്, ഡയാനോഫ്ലജലേറ്റ്സുകളുണ്ട്, യൂഗ്ലിനോയിഡുകളുണ്ട്. ഇങ്ങനെ ഇതെല്ലാം, അതുപോലെ പ്രോട്ടോസോവ എന്നൊരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോട്ടോസോവ എന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും, പ്രോട്ടോസോവയും അതുപോലെ തന്നെ യൂഗ്ലിനോയിഡും ആരുടെ കാറ്റഗറിയിൽ വരുന്നതാണ്? പ്രോട്ടിസ്റ്റന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രോട്ടോസോവ കണ്ടിട്ട് മാറിപ്പോകരുത്. പേരുകളും സ്പെല്ലിങ്ങും ഏകദേശം ഒരേപോലെ ആയി കാണുമ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യരുത്? തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. യൂഗ്ലിനോയിഡും പ്രോട്ടോസോവയും സ്ലൈം മോൾഡ്, ഡയാറ്റംസ്, ഡയാനോഫ്ലജലേറ്റ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ മൊണേറ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ പ്രോട്ടിസ്റ്റയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാക്കി വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ യൂണിസെല്ലുലാർ ആൽഗെ ആയിട്ടുള്ള യൂഗ്ലിനോയിഡ് അടങ്ങിയിരിക്കുന്ന കിങ്ഡം എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റയാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്.
അടുത്തതാണ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ. നമ്മുടെ പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ പങ്കെടുക്കുന്ന മൊത്തം ന്യൂക്ലിയസിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ കൊടുത്തിട്ടുണ്ട് 5, 4, 3, 2 എന്ന രീതിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കറിയണം എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എൻഡോസ്പെർമിൽ 3 ന്യൂക്ലിയയും സൈഗോട്ടിൽ 2 ന്യൂക്ലിയയും നമുക്ക് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് 5 ന്യൂക്ലിയൈ ആണ് എന്തിൽ പങ്കെടുക്കുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. എന്താ ചോദ്യം ചോദിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോസ്പെർമിലെ 3ഉം സൈഗോട്ടിലെ 2ഉം, അത് രണ്ടും കൂടി ചേർന്ന് 5 ന്യൂക്ലിയൈ ആണ് ഇവിടെ പങ്കെടുക്കുന്നത്, ഡബിൾ ഫെർട്ടിലൈസേഷനിൽ പങ്കെടുക്കുന്നത്. ഈ ക്വസ്റ്റ്യനും എളുപ്പമില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 5 എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജോയിന്റ് വിച്ച് ക്യാൻ ഓൺലി മൂവ് ഇൻ വൺ ഡയറക്ഷൻ, ഒരൊറ്റ ഡയറക്ഷനിൽ ഒരൊറ്റ വഴിയിൽ മാത്രം പോകുന്ന ഏതാണ് ജോയിന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ദിശയിലേക്ക് മാത്രം നീങ്ങാൻ കഴിയുന്ന സന്ധി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഞെങ്ങി നീങ്ങുന്ന സന്ധി അഥവാ ഗ്ലൈഡിംഗ് ജോയിന്റ്, വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ്, കീലസന്ധി അഥവാ പൈവോട്ട് ജോയിന്റ്. ഇങ്ങനെ നമുക്ക് 4 ജോയിന്റുകളാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോന്നിന്റെയും ഡയറക്ഷൻ ആണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ഈ ബോൾ ആൻഡ് സോക്കറ്റ് അഥവാ ഗോളര സന്ധിയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവർക്ക് തിരിയാം. അതായത് നമ്മുടെ ഷോൾഡറിലും നമ്മുടെ ഹിപ്പിലും കാണുന്ന ജോയിന്റ് ആണ് എന്ത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ പ്രത്യേകത പറഞ്ഞാൽ എന്താ? അവർക്ക് ഏത് ഡയറക്ഷനിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കൈ നമുക്ക് മൊത്തമായി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാലിന്റെ ഭാഗം നമുക്ക് മൊത്തമായി റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ 360 ഡിഗ്രിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ റൊട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് മൂവ്സ് ഇൻ വൺ പ്ലെയിൻ സിമിലർ ടു ബോൾ ആൻഡ് സോക്കറ്റ് പറയുമ്പോൾ അലൗസ് റൊട്ടേഷണൽ ആൻഡ് മൾട്ടി ആക്സിയൽ മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻ. നമ്മുടെ ഹിപ്പ് ബോണിലും ഷോൾഡറിലുമാണ് ഇത് കാണപ്പെടുന്നത്. എല്ലാ ദിശകളിലും ഭ്രമണം മൾട്ടി ആക്സിയൽ ചലനം അനുവദിക്കുന്നു. ഉദാഹരണങ്ങൾ തോളിലും ഇടുപ്പല്ലിലുമാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് കാണുന്നത്? ബോൾ ആൻഡ് സോക്കറ്റ് കാണുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ നോക്കിക്കേ. അടുത്ത ഓപ്ഷൻ ആണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. തെന്നി നീങ്ങുന്നത്, ഗ്ലൈഡ് ചെയ്യുന്നതാണ്. ഈ ഗ്ലൈഡിങ് ചെയ്യുന്ന ഈ ഒരു ജോയിന്റിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൈഡിലോട്ട് ഗ്ലൈഡ് ചെയ്യാം, അവർക്ക് മുന്നോട്ട് പിന്നോട്ടും ഗ്ലൈഡ് ചെയ്യാം, ഡയഗനലി അവർക്ക് ഗ്ലൈഡ് ചെയ്യാം. ഏത് ദിശയിൽ വേണമെങ്കിൽ അവർക്ക് ഗ്ലൈഡ് ചെയ്യാം, തെങ്ങി നീങ്ങാൻ പറ്റുന്ന ജോയിന്റുകളാണ്. നോക്കിക്കേ. allows bones to slide against each other in multiple direction. പല ഡയറക്ഷനിൽ അവർക്ക് ഗ്ലൈഡ് ചെയ്യാൻ പക്ഷെ ഒരുപാട് മൂവ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറുങ്ങനെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യാം, അത്രേ അവർക്ക് പറ്റുള്ളൂ. അതിന് പ്രത്യേകതയാണ് കാർപ്പൽസ് ഇൻ ദി റിസ്റ്റ്. കാർപ്പൽ എന്ന് പറഞ്ഞാൽ ഈ വിരലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർപ്പൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർപ്പൽസിന്റെ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് നമുക്ക് കൈ ഇങ്ങനെയാവാം, ഇങ്ങനെയാവും. വേണമെങ്കിൽ നമുക്ക് ഓരോ വിരലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എല്ലാ വിരലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇവിടെയാണ് റൊട്ടേഷൻ നടക്കുന്നത്, ഇവർക്ക് റൊട്ടേഷൻ നടക്കുന്നില്ല. ഓരോ വിരൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ വളരെ ചെറിയ മൂവ്മെന്റ്സ് മാത്രം നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ടും താഴോട്ടും ആക്കാം, സൈഡിലോട്ടും ആക്കാം, ഇങ്ങനെ മടക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സ് മാത്രം ഗ്ലൈഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന മൂവ്മെന്റ്സ് ആണ് എന്ത്? ഈ ഗ്ലൈഡിങ് ജോയിന്റ് ചെയ്യുന്നത്. അത് കാണുന്നത് എവിടെയാ? കാർപ്പൽസ് ഇൻ ദ വ്രിസ്റ്റിലും അതുപോലെ ടാർസൽസ് എന്ത് ഇവിടെ ഈ കാർപ്പൽസ് ഈ ഒരു ഭാഗം ഇവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് നടക്കുന്നത്. ഇവിടെ മെറ്റാകാർപ്പൽസ് ആണ്, ഇവിടെയാണ് കാർപ്പൽസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ഈ വിരലുകൾ മെറ്റാകാർപ്പൽസ് നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. ഈ റിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ ഈ ഒരു ഏരിയയിൽ നടക്കുന്ന മൊത്തം മൂവ്മെന്റ്സ്, ഈ ഒരൊറ്റ ഫുൾ മൂവ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലൈഡിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ. അടുത്ത ഭാഗമാണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. മൂവ്സ് ഇൻ വൺ പ്ലെയിൻ, ഒരൊറ്റ പ്ലെയിനിൽ ഒരൊറ്റ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ് വിജാഗിരി പോലത്തെ ജോയിന്റ്. നിങ്ങൾ വാതിക്കലിലൊക്കെ വിജാഗിരി കണ്ടിട്ടുണ്ടാവും. അതിനെ നമുക്ക് ഒന്നുകിൽ മുന്നോട്ടാക്കാം, അല്ലെങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ തുറക്കാം. ഇങ്ങനത്തെ മൂവ്മെന്റ് മാത്രമേ അവർക്കുള്ളൂ ഒരൊറ്റ ഡയറക്ഷനിൽ. ആ ജോയിന്റിന് പറയുന്ന പേരാണ് എന്ത്? ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. മൂവ്സ് ഇൻ വൺ പ്ലെയിൻ, അതായത് ഒരു ഡോറിന്റെ ഹിഞ്ചിന് സമാനമായ തലത്തിൽ മാത്രമേ ചലിക്കുന്നുള്ളൂ. ഇതിന്റെ എക്സാമ്പിൾ ആണ് എൽബോയും നീയും. നമ്മുടെ കാൽമുട്ടും കൈമുട്ടും നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും. നേരെ തിരിച്ച് നമുക്ക് തിരിച്ചു മടക്കാൻ പറ്റുമോ? മടക്കാൻ പറ്റില്ല. അതുപോലെ കാല് നമുക്ക് മുന്നോട്ടും താഴോട്ടും ആക്കാൻ പറ്റും, പക്ഷെ തിരിച്ചു മടക്കാൻ പറ്റുമോ? മടക്കാൻ പറ്റില്ല. അപ്പൊ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം പോകുന്ന ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. അവസാനത്തതാണ് പൈവോട്ട് ജോയിന്റ് അഥവാ allows rotational movement around a സിംഗിൾ ആക്സിസ്.
ഒരൊറ്റ റൊട്ടേഷൻ മാത്രം, അതായത് അവരെ സ്വന്തം ആക്സിസിലല്ല, ഏതെങ്കിലും ഒരു ആക്സിസിലുള്ള റൊട്ടേഷൻ. നമ്മുടെ കഴുത്ത് നമുക്ക് മൊത്തമായി നമുക്ക് തിരിച്ച് പുറകിലോട്ട് കഴുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലും തിരിക്കാൻ പറ്റും. അവിടെ നമുക്ക് പൈവോട്ട് ജോയിന്റ് ഉണ്ട്. പിന്നെ ഫോർഹാം ടേണിംഗ് പാം അപ്പ് ആൻഡ് ഡൗൺ, നമുക്ക് ഇവിടെ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ആക്കാൻ പറ്റുന്ന ആ ഒരു മൂവ്മെന്റ്, അതും നമുക്ക് ഏതിൽ പെടുത്താം? പൈവോട്ടിൽ പെടുത്താം. ഈ റൊട്ടേഷൻ നമുക്ക് ഏതിൽ പെടുത്താം? ഗ്ലൈഡിങ്ങിൽ പെടുത്തുന്ന പോലെ ഇത് നമുക്ക് മുകളിലോട്ടും താഴോട്ടും എങ്ങനെ ആക്കാൻ പറ്റും? നമുക്ക് നേരെ തിരിച്ച് മറിച്ചിടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നേരെ തിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റില്ല. നമുക്ക് ജോയിന്റ് അടക്കം എല്ലടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? തിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒന്നെങ്കിൽ കൈ അടക്കം നമ്മൾ മൊത്തം തിരിച്ചാൽ നമുക്ക് കൈ തിരിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനത്തെ കാണുന്ന ജോയിന്റ് ആണ് പൈവോട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹിഞ്ച് ജോയിന്റ് ഉണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ഉണ്ട്, പൈവോട്ട് ഉണ്ട്, ഗ്ലൈഡിംഗ് ഉണ്ട്. അതിൽ ഹിഞ്ച് ജോയിന്റ് കാണപ്പെടുന്നത് നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലുമാണ്. ബോൾ ആൻഡ് സോക്കറ്റ് കാണപ്പെടുന്നത് നമ്മുടെ ഷോൾഡറിലും ഹിപ്പിന്റെ ഭാഗത്തുമാണ്. പൈവോട്ട് ജോയിന്റ് കാണപ്പെടുന്നത് പ്രധാനമായും കഴുത്തിലാണ് പൈവോട്ട് ജോയിന്റ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പൽസ് ഇൻ ദ റിസ്റ്റ്, ക്രിസ്റ്റിൽ കാണപ്പെടുന്ന ഈ കാർപ്പൽസ്, ഇവിടെയുള്ള ഈ ബോൺസിന് അധികം മൂവ്മെന്റ് ഇല്ല. നമുക്കൊന്ന് ഇങ്ങനെ കൈ താത്താം, അല്ലെ ഇങ്ങനെ മലർത്താം, അത്രയും നമുക്ക് ആ ബോൺസിനെ കൊണ്ട് ഇങ്ങനെ ഗ്ലൈഡിങ് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെയുള്ള പിന്നുള്ളതാണ് എന്ത്? ടാർസൽസ് ഇൻ ദ ഫുട്ട്, കാലിന്റെ ആ ഭാഗവും നമ്മൾ ടാർസൽ എന്നാ പറയുക. കൈയിന്റെ ഇതേപോലെ തന്നെ കാലിന്റെ ഭാഗത്ത് നമ്മൾ ടാർസൽസും മെറ്റാ ടാർസൽസും എന്നാണ് പറയല്. അപ്പൊ ഇതിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഒരേ ദിശയിലേക്ക് മാത്രം നീങ്ങാൻ കഴിയുന്ന സന്ധി, ഒരൊറ്റ ഡയറക്ഷൻ. ഏതാണ് ഉത്തരം വരിക? എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹിഞ്ച് ജോയിന്റ്, ഒരേ ഡയറക്ഷനിൽ മാത്രം വിജാഗിരി പോലെ പോകുന്ന മൂവ്മെന്റ് ആണ് ഹിഞ്ച് ജോയിന്റ് ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട്. വിജാഗിരി സന്ധിയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനലി ഇസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് പാക്കേജിംഗ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്? നോക്കിക്കേ, പ്രോട്ടീനുകളുടെയും ലിപ്പിഡുകളുടെയും സംവഹനത്തിനും പാക്കേജിനും ഉത്തരവാദിത്തപ്പെട്ട കോശാംഗം ഏതാണ്? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമായിട്ട് തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ട പോലെ തോന്നുന്നുണ്ടോ? ഇതേ സെയിം ചോദ്യം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു വേറെ തരത്തിൽ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയ നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇതേപോലത്തെ ചോദ്യം, അതിൽ ചോദിച്ചത് എന്തായിരുന്നു? പ്രോട്ടീനിന്റെയും ലിപ്പിഡിന്റെയും മോഡിഫിക്കേഷന് വേണ്ടി, അവരെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഏത് തരത്തിലുള്ള ഒരു ഓർഗനലിയാണ് സഹായിക്കുന്നത്? പ്രോട്ടീന്റെ സ്ട്രക്ചറിനെ തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള സെൽ ഓർഗനലിയാണ് സഹായിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ അതിന്റെ ഉത്തരവും പറഞ്ഞു. അതേ ഉത്തരം തന്നെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ സെൽ ഓർഗനലിന്റെയും ഫംഗ്ഷൻ എന്താന്ന് ആദ്യം നോക്കാം. ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ അത്ര തെറ്റ് വരുന്നില്ല. ആദ്യത്തെ നോക്കിക്കേ, ഗോൾഗി അപ്പാരറ്റസ്. ഞാൻ പറഞ്ഞു നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഗോൾഗി അപ്പാരറ്റസ്. പക്ഷേ ഈ പ്രോട്ടീന്റെ കാര്യം ഇനി ചോദിച്ചു കൊള്ളണമെന്നില്ല. ഇനി ചോദിക്കാൻ ചാൻസ് പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെല്ലാണ്. പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. പവർ ഹൗസ് ഓഫ് ദ സെൽ, എനർജി സ്രോതസ് എന്ന് പറയുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. എല്ലാ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസും നടത്തുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണ്. ലൈസോസോം ആണ് സ്യൂസൈഡ് ബോഡി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന പുതിയതായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡീനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ത്? ലൈസോസോമുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ കട്ട് ഷോർട്ട് വേർഡുകൾ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? പഠിച്ചു പോവുക. അപ്പോൾ ഗോൾഗി അപ്പാരറ്റസ് അഥവാ ഗോൾഗി കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെല്ലാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? ഈ പ്രോട്ടീൻസിനെല്ലാം റിസീവ് ചെയ്ത് എൻഡോപ്ലാസ്മിക്കിലേക്ക് എത്തിക്കുന്നു. അവിടുന്ന് അതിന് മോഡിഫിക്കേഷനും അത് സോർട്ട് ചെയ്ത് പാക്കേജിങ്ങും ഒക്കെ നടക്കാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? ഗോൾഗി കോംപ്ലക്സ് സഹായിക്കുന്നുണ്ട്. നോക്കിക്കേ, അടുത്തതായിരുന്നു എന്ത്? മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസിങ് ATP. പ്രധാനമായും മൈറ്റോകോൺട്രിയന്റെ പണിയാണ് എന്ത്? ATPന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പവർ ഹൗസ് ഓഫ് ദി സെൽ, കോശത്തിന്റെ പവർ ഹൗസ് എന്ന രീതിയിൽ നമ്മൾ അവയെ വിളിക്കാറുണ്ട്. അടുത്തതാണ് എന്ത്? സിന്തസൈസിങ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഉണ്ടാക്കുന്നവരെ വിളിച്ച പേരാണ് എന്ത്? റൈബോസോമുകൾ. റൈബോസോമുകളാണ് എന്ത്? പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഇത് എവിടെയാണ് കൂടുതൽ കാണപ്പെടുക? ഒന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ കൂടെ ഒട്ടിച്ചേർന്നിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടുമാണ് ആര് കാണപ്പെടുന്നത്? റൈബോസോം കാണപ്പെടുന്നത്. അവരെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം.
ഏറ്റവും മിനുസമായി റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലവും ഉണ്ടാവും, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് ആയിട്ട് റെക്ടിക്കുലവും ഉണ്ട്, റഫും അത് പരുക്കനും ഉണ്ട്, മൃദുവും ഉണ്ട്. പൊതുവെ ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് കോശത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതിന് പ്രോട്ടീനുകൾ ഇതാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ആവശ്യമായ പ്രോട്ടീൻ റൈബോസോമുകളുടെ സഹായത്തോടെ, കാരണം റൈബോസോം എപ്പോഴും എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പൊ റൈബോസോമിന്റെ സഹായത്തോടെ എല്ലാത്തിനും പ്രോട്ടീൻ കൊടുക്കുക, എല്ലാത്തിന്റെയും സഞ്ചാരപാതയെ ഒന്ന് കൺട്രോൾ ചെയ്യുക, മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലൂടെയാണ്. അപ്പൊ അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന പണിയാണ് ആർക്കുള്ളത്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലുള്ളത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞത് പ്രോട്ടീനിനെയും, നമ്മുടെ ചോദ്യം എന്തായിരുന്നു നോക്കിക്കേ, പ്രോട്ടീനുകളുടെയും ലിപ്പിഡുകളുടെയും സംവഹനത്തിനും പാക്കേജിങ്ങും അവരെ പാക്കിങ്, അവരെ മോഡിഫിക്കേഷൻ, അവരെ ട്രാൻസ്പോർട്ടിനൊക്കെ സഹായിക്കുന്ന ആളാണ് ആര്? ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? റിപ്പീറ്റേഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതേപോലെയും റിപ്പീറ്റ് ചെയ്യുന്ന സെയിം പാറ്റേണിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സെയിം പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സെയിം ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് തവണ ചോദിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ പിന്നെയും ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഇത് 3 കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ വളരെ കൃത്യമായി നോക്കി പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആമാശയത്തിലെ പ്രോട്ടീനുകൾ വിഘടിപ്പിക്കുന്നതിന് കാരണമാകുന്ന എൻസൈം ഏതാണ്? ഡൈജഷൻ, ദഹനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രോട്ടീനുകൾ വിഘടിപ്പിക്കുന്നതിന് കാരണമായ എൻസൈം ഏതാണ്? അപ്പൊ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ലിപ്പേസ്, ലിപ്പേസിനെ കേൾക്കുമ്പോൾ തന്നെ, എല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്താണ്, അത് ലിപ്പിഡ് ആയിരിക്കും, അതൊരിക്കലും പ്രോട്ടീൻ ആവില്ല. അപ്പൊ ഇതല്ല. ലാക്ടേസ് എന്ന് പറയുന്നത്, ലാക്ടേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ അല്ല, അതൊന്നെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഷുഗർ ആയിരിക്കും, കാർബ് അല്ലെങ്കിൽ ഷുഗർ ആയിരിക്കും. അപ്പൊ അതുമല്ല. മാൾട്ടേസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കറിയാം അത് ഗ്ലൂക്കോസും മാൾട്ടോസും ഒക്കെ വരുന്ന കാര്യമാണ്, ഗ്ലൂക്കോസും മാൾട്ടോസും. പിന്നെയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, എന്ത്? പെപ്സിൻ എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. പെപ്സിൻ, പി എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്താണ്? പ്രോട്ടീനാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് വളരെ കൂടുതൽ നമുക്ക് ആലോചിക്കാനൊന്നുമില്ല. ലിപ്പേസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ആണ്, ലാക്ടേസ് എന്ന് പറഞ്ഞാൽ ഷുഗർ അഥവാ ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണ്, മാൾട്ടേസും ഷുഗർ അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ്, പെപ്സിൻ മാത്രമാണ് എന്തിനെ വിഘടിപ്പിക്കുന്നത്? പ്രോട്ടീനെ വിഘടിപ്പിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? പെപ്സിൻ ആണ്. പെപ്സിൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ലിപ്പേസിന്റെ ഫംഗ്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ പാൻക്രിയാസ്, പാൻക്രിയാസിലാണ് ലിപ്പേസ് ഉണ്ടാക്കുന്നത്. ഇത് എന്താണ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡ്, ലിപ്പിഡുകളെ എല്ലാം ഇത് തരണം ചെയ്ത്, ലിപ്പിഡുകളെല്ലാം വിഘടിപ്പിച്ച് ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളും ആക്കി ലിപ്പിഡിനെ മാറ്റുന്നു, കൊഴുപ്പിനെ മാറ്റുന്നു. ലാക്ടേസ് ആണ്, ചെറുകുടലിലെ ബ്രഷ് ബോർഡർ സ്ഥിതി ചെയ്യുന്ന ഒരു എൻസൈമാണ്. ലാക്ടോസിനെ ഗ്ലൂക്കോസ് ആയും ഗാലക്ടോസ് ആയും വിഭജിക്കുന്നു. അപ്പൊ ലാക്ടോസ് എന്ന് പറയുന്നതിനെ ഗ്ലൂക്കോസ് ആയിട്ടും ഗാലക്ടോസ് ആയിട്ടൊക്കെ വിഭജിക്കുന്ന ആളാണ് ആര്? ലാക്ടേസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മാൾട്ടേസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മാൾട്ടോസിനുമായിട്ടുള്ള ബന്ധമാണ് അവിടെ. ഫൗണ്ട് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ, ഇറ്റ് ബ്രേക്ക് ഡൗൺ ഡൈസൈക്രൈഡ് മാൾട്ടോസ് ഇൻറ്റു ഗ്ലൂക്കോസ്, മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ വേണ്ടി. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കാൻ വേണ്ടിയായിരുന്നു നമുക്ക് എന്തുണ്ടായത്? ലാക്ടേസ് ഉണ്ടായത്. അതേസമയം മാൾട്ടേസ് ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പെപ്സിൻ ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ 4 ഓപ്ഷനിലൂടെ തന്നെ നമുക്ക് റിവിഷനായി. ലിപ്പേസിനെ പറ്റി നമുക്ക് റിവിഷൻ കിട്ടി. അത് എന്താണ് ചെയ്യുന്നത്? ലിപ്പിഡ്, കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളും ആക്കി മാറ്റുന്നു. ലാക്ടേസ് എന്താണ്? ലാക്ടോസ് എന്ന് പറയുന്ന ആ ഒരു മിൽക്ക് മോളിക്യൂളിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നു. മാൾട്ടേസ് എന്ന് പറയുന്നത്, മാൾട്ടോസ് എന്ന് പറയുന്ന ആ ഒരു കാർബോഹൈഡ്രേറ്റിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. പെപ്സിൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രോട്ടീൻ്റെ ഡൈജഷന് വേണ്ടി സഹായിക്കുന്നത്. ഈ പെപ്സിന്റെ കൂടെ തന്നെ ഒരാളും കൂടി ഉണ്ട്, ട്രിപ്സിൻ എന്ന് പറയും, പ്രോട്ടിയേസുകൾ എന്ന് പറയും. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം പ്രോട്ടീന്റെ ഡൈജഷന് വേണ്ടി സഹായിക്കുന്നവയാണ്. പെപ്സിൻ, ട്രിപ്സിൻ, പ്രോട്ടിയേസുകളെല്ലാം പ്രോട്ടീനെയാണ് ഡൈജഷന് വേണ്ടി സഹായിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അമോണിയ യൂറിയയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഡാഷിൽ വെച്ചാണ്. ഏത് ഭാഗത്ത് നിന്നാണ് അമോണിയ യൂറിയ ആയിട്ട് മാറുന്നത്? നമുക്കറിയാം നമ്മുടെ ഒരുപാട് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ഉണ്ട്, അതിൽ വരുന്നതാണ് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. ആ ഓരോന്നിന്റെയും പുറം തള്ളൽ കാരണം നമുക്ക് അതിന് ഓരോ തരത്തിലുള്ള എക്സ്ക്രീഷൻ ആയിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. എങ്ങനെയായിരുന്നു? അമോണിയ ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവയെ എന്ത് വിളിക്കും? അമോണോടെലിക് എന്ന് വിളിക്കും. യൂറിയ ആണ് പുറത്തേക്ക് തള്ളുന്നതെങ്കിൽ നമ്മൾ അവയെ എന്ത് വിളിക്കും? യൂറിയോടെലിക് എന്ന് വിളിക്കും.
യൂറിക് ആസിഡ് ആണ് പുറന്തള്ളുന്നതെങ്കിൽ നമ്മൾ അത് എന്ത് വിളിക്കും? യൂറിക്കോടെലിസം എന്ന് വിളിക്കും. യൂറിക്കോടെലിസം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് മൂന്നും നമുക്കറിയാം. കാരണം അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ആണ് നമ്മുടെ 3 പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ യൂറിയ ആവുന്നത് എവിടെ വെച്ച്? ഹ്യൂമൻ ബോഡിയിൽ എവിടെ വെച്ചിട്ടാണ് അമോണിയ യൂറിയ ആവുന്നത്? ആദ്യം നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് നോക്കേണ്ടത് ഈ എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓർഗൻസ് അവിടെ കൊടുത്തിട്ടുണ്ടോ? ലിവർ ഉണ്ട്, ലിവർ ബന്ധമുണ്ട്. കിഡ്നിക്കും ബന്ധമുണ്ട്. ഇൻഡസ്റ്റൈന് നമുക്ക് ലാർജ് ഇൻഡസ്റ്റൈനിന് കുറച്ച് ബന്ധമുണ്ട്. പക്ഷെ ലങ്സിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ലങ്സിന് ഈ എക്സ്ക്രീഷനുമായിട്ട് പ്രത്യേക ഒരു ബന്ധവുമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനെ നമുക്ക് വേണ്ടാന്ന് വെക്കാം. അടുത്ത് നോക്കിക്കേ, ലിവറും കിഡ്നിയും ഇൻഡസ്റ്റൈനും. ഇൻഡസ്റ്റൈൻ്റെ പണി എന്താ? നമുക്ക് ലാർജ് ഇൻഡസ്റ്റൈനും ഉണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈനും ഉണ്ട്. ആ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വെച്ചിട്ടാണ് നമ്മുടെ വെള്ളവും സോൾട്ടും ഒക്കെ റീഅബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത്. നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ പോകുന്ന ഒരു പാത്വേ ആണ് ലാർജ് ഇൻഡസ്റ്റൈൻ. അപ്പൊ അവിടെ നമുക്കൊരു അമോണിയ യൂറിയന്റെ കാര്യം വരുന്നില്ല. പിന്നീടുള്ളതാണ് ലിവറും കിഡ്നിയും. കിഡ്നീന്റെ പണി നമുക്കറിയാം എന്താണ്? യൂറിൻ ഫോർമേഷൻ ആണ്. യൂറിൻ ഉണ്ടാക്കുന്നതാണ് ആരെ പണി? കിഡ്നീന്റെ പണി എന്ന് പറയുന്നത്. അപ്പൊ ആ യൂറിനിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ യൂറിയ ആണ് എന്തായിട്ട് മാറുന്നത്? യൂറിയ ആണ് യൂറിൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ അമോണിയനെ യൂറിയ ആക്കണം. അമോണിയനെ യൂറിയ ആക്കുന്ന യൂറിയ സൈക്കിൾ ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? അപ്പം നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ ലിവർ ആണ് എന്ത് ശരിയുത്തരമാക്കി വരുന്നത്. അപ്പൊ അമോണിയ യൂറിയ ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? ലിവറിൽ വെച്ചിട്ടാണ്. ലിവറിൽ നിന്ന് വരുന്ന പിന്നെ ഈ യൂറിയ ആണ് കിഡ്നിയിൽ ചെന്ന് അത് എന്ത് നടക്കുന്നത്? യൂറിൻ ഫോർമേഷൻ നടന്ന് പുറത്തോട്ട് പോകുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഓരോ ഓർഗൻസിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ്ങും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആണ് എന്ത്? ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് ആണ് ആര് ചെയ്യുന്നത്? ലങ്സ് ചെയ്യുന്നത്. ഇത് വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥ എന്ന് പറയും. അടുത്തതോ ഹൃദയം എന്താണ്? ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. സർക്കുലേറ്ററി സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ വാൾവുകളുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മുടെ രക്തം നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ആര് വഴിയാണ്? ഹൃദയം വഴിയാണ്. കിഡ്നി വരുന്നതാണ് എന്ത്? എക്സ്ക്രീറ്ററി സിസ്റ്റം. വിസർജനം. എക്സ്ക്രീറ്ററി വിസർജനം. അത് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഓർഗൺ ആണ് എന്ത്? കിഡ്നി എന്ന് പറയുന്നത്. ലിവറിലാണ് എന്ത് സംഭവിക്കുന്നത്? ബൈലുള്ളത്, പിത്തമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അമോണിയേനെ യൂറിയ ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ്. അവസാനത്താണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. സ്റ്റൊമക്കിൽ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യമാണ് പെരിസ്റ്റാലിസിസ്. സ്റ്റൊമക്കിലേക്ക് ഈസോഫാഗസിൽ നിന്ന് ഫുഡ് വരുന്ന ആ ഒരു തിരമാല, തരംഗം പോലെയുള്ള ആ ഒരു പാത്വേക്ക് പറയുന്ന പേരായിരുന്നു പെരിസ്റ്റാലിസിസ്. പിന്നെ ഇവിടെയുള്ള എൻസൈമുകൾ ഒന്ന് HCl ആണ്. നമ്മുടെ സ്റ്റൊമക്കിലുള്ള ജേംസിന്, സ്റ്റൊമക്കിലേക്ക് വരുന്ന ഫുഡിലുള്ള ജേംസിനൊക്കെ കൊല്ലാൻ വേണ്ടി HCl ഉണ്ട്. പിന്നെ പെപ്സിൻ ഉണ്ട്. ഇത് പ്രോട്ടീനുകളെ എല്ലാം നമുക്ക് എന്താക്കുന്നു? അതിനെയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. കാർബോഹൈഡ്രേറ്റുകളെ ചെറിയ കഷ്ണമാക്കി മാറ്റുന്നു. കാർബോഹൈഡ്രേറ്റ്. ലിപ്പേസ് ഉണ്ട്. ഇതെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? സ്റ്റൊമക്കിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓരോ ഓർഗണിന്റെയും പ്രത്യേകത വളരെ കൃത്യമായി പഠിച്ചു പോകണം. എല്ലാ സിസ്റ്റമും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട പോർഷൻ അല്ല. റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിലും, സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിലും, അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണെങ്കിലും, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈ 4 സിസ്റ്റവും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? നെർവസ് സിസ്റ്റം, ഇത് 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്കിപ്പേ ചെയ്യരുത്. വളരെ എന്തായാലും പഠിച്ചിരിക്കണം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പോകണം. ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഈ 5 സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ടെൻഷൻ ഒന്നും അടിക്കാതെ ഇനി ഏതൊക്കെ ഭാഗങ്ങൾ നോക്കാനുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ അതെല്ലാം പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും കേട്ടിട്ട് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. ടെൻഷൻ കുറച്ച് നല്ല രീതിയിൽ വർക്ക് കൂട്ടുക, നല്ല രീതിയിൽ അധ്വാനിക്കുക. നിങ്ങൾക്ക് അധ്വാനിച്ച് നിങ്ങൾക്ക് എന്തായാലും അതിനൊരു ഫലം ഉണ്ടാവും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്